ഹലോ നമസ്കാരം. നമുക്കൊരു കക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ? ഇതുപോലെ. എങ്കിൽ വായോ എൻ്റെ കൂടെ, നമുക്ക് കക്ക ഫ്രൈ റെഡിയാക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് കക്ക ഇറച്ചി കഴുകി നമ്മുടെ കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നമ്മൾ വേവിച്ചതാണ് കേട്ടോ ഇത്. അപ്പം ഇത് നമുക്ക് ഈ വെള്ളം കുറച്ച് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്, കാരണം നമുക്കിതിൻ്റെ വെള്ളം ആവശ്യമുണ്ട്. നമുക്കിത് ഈ വെള്ളം കുറച്ച് മസാലപ്പൊടിയും ഇതൊക്കെ ചേർത്ത് നമുക്ക് ചോറിലൊഴിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഈ കക്ക ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ സവാള ഞാൻ ഒരു ചെറിയതെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ സാധനവും നമ്മൾക്ക് ഇതിനകത്തേക്ക് തട്ടി കൊടുക്കാം. വേണമെങ്കിൽ കടുകിടാം, ഞാൻ ഇതിനകത്ത് കടുകിട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇതവിടെ കിടന്ന് കുറച്ച് ഉപ്പിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇതവിടെ കിടന്ന് വേവട്ടെ. അപ്പം നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കക്ക വേവിച്ച് വെച്ചിട്ടില്ലേ, അതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റി വെക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കക്ക ഊറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ കക്കയിൽ ഇട്ടതാണ്, എന്നാലും കുറച്ചിട്ടാൽ മതി. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ ചേർത്തേക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കക്കയുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ ഒരു ചെറിയൊരു പൊടിക്കേണ്ടതിൽ പെരിഞ്ചീരകവും നമ്മുടെ കുരുമുളകും കൂടി ചതച്ച് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ അന്ന് ആ പെരിഞ്ചീരകവും കുരുമുളകും കൂടി ചേർത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ കക്ക ഫ്രൈ നമുക്കും തയ്യാറാക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.